ഹലോ മക്കളെ, എൻ്റെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് മിസ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിസംബർ ആയിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് എക്സാം ഒക്കെ ഉണ്ട് അല്ലേ? ആ ഒരു എക്സാമിനൊക്കെ മക്കൾക്ക് നല്ല മാർക്ക് വേണ്ടേ? സോ നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി ഈ ഒരു കാര്യം മിസ് പറഞ്ഞു തരാൻ പോകുന്ന ഒരു ചോദ്യം മക്കളെല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചിരിക്കാം. അപ്പോൾ നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കുറേ ജീവികളുണ്ട് അല്ലേ? കുറേ മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, കുഞ്ഞു പ്രാണികളുണ്ട്, കുറേ മരങ്ങളുണ്ട്, കുഞ്ഞു ചെടികളുണ്ട്. ഇങ്ങനെ നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ജീവികളെ കാണാം. ഇതിൽ ചില ജീവികൾ വെള്ളത്തിൽ മാത്രമേ താമസിക്കുള്ളൂ, ചില ജീവികളോ കരയിൽ മാത്രമേ താമസിക്കുള്ളൂ അല്ലേ? പക്ഷെ ചില ജീവികൾക്ക് വെള്ളത്തിലും താമസിക്കാം, കരയിലും താമസിക്കാം. അതുപോലുള്ള ജീവികളെ മക്കൾക്ക് അറിയോ? ഏതൊക്കെ ജീവികളാണ്? വെള്ളത്തിലും താമസിക്കാൻ പറ്റും, അതുപോലെ തന്നെ കരയിലും താമസിക്കാൻ പറ്റുന്ന കുറേ ജീവികൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവന്മാരെ നമുക്കൊന്ന് പരിചയപ്പെട്ട് നോക്കിയാലോ? ആരൊക്കെയാണ് വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവികളെ നോക്കിക്കേ. ഇവിടെ മിസ് ഒരു കുളം തന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു കുളമാണ്. ഈ ഒരു കുളത്തിലും അതുപോലെ തന്നെ കരയിലും, അതായത് പുറത്തും ഒരേപോലെ ജീവിക്കാൻ പറ്റുന്ന കുറച്ച് ജീവികൾ ഇവിടെ ഉണ്ട്. അത് ആരൊക്കെയാണ് എൻ്റെ കുഞ്ഞുമക്കൾ മിസ്സിന് പറഞ്ഞു തരണം. ആരൊക്കെയാണ്? അപ്പം ആദ്യം നമുക്ക് ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടാം അല്ലേ? ഇതൊക്കെ ആരാ? ഇതാരാ മക്കളെ? ആ രണ്ടിങ്ങനെ ഇറുക്കുന്ന ആളാരാണ്? ഇതിങ്ങനെ ഇറുക്കും. ഇതാരാണ്? ആ ഞണ്ടാണ്, അല്ലെങ്കിൽ ക്രാബ് ആണ് അല്ലേ? അപ്പോൾ ക്രാബ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഇംഗ്ലീഷിൽ എന്ത് പറയും മക്കളെ? ക്രാബ് എന്ന് പറയും അല്ലേ? ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയും? ക്രാബ് എന്ന് പറയും. ക്രാബ്. മലയാളത്തിലോ ഞണ്ട് അല്ലേ? ഞണ്ട് എന്ന് പറയുന്നു. മലയാളത്തിൽ ഞണ്ട് എന്ന് പറയുന്നു. ഇനി നോക്കിക്കേ, വേറൊരാളുണ്ടല്ലോ. എൻ്റെ മക്കളെ നോക്കി ഇങ്ങനെ ചിരിച്ചിരിക്കുന്ന ഒരാളുണ്ടല്ലോ. അതാരാണ്? എൻ്റെ കുഞ്ഞുമക്കളെ നോക്കി ചിരിച്ചിരിക്കുന്ന ഒരാളെ മക്കൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റൂല്ലേ? ഇവൻ്റെ പേരാണ് ഫ്രോഗ് ആണ്. ഫ്രോഗ്. FROG ആണ് ഫ്രോഗ്. മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? തവള എന്ന് പറയുന്നു അല്ലേ? തവളയുണ്ട്. ഇനി അടുത്തത് ആരാണ്? ഒരു മഞ്ഞ നിറത്തില് ഇങ്ങനെ ചിരിച്ച് തുള്ളിച്ചാടിയിട്ട് ഒരാൾ നടന്നു പോകുന്നുണ്ടല്ലോ. ഇതാരാ? നമ്മുടെ ഡെക്കാണ് അല്ലേ? ഡെക്കാണ്. DUCK. താറാവാണ്. താറാവ്. ഇനി വേറൊരാളുണ്ടല്ലോ ഇവിടെ, പമ്മി നടക്കുന്നേ. നമ്മളെപ്പോലെ ഒന്നും സ്പീഡിൽ ഓടാനൊന്നും പറ്റില്ല അവന് അല്ലേ? അവനിങ്ങനെ പമ്മിയിട്ടാ നടക്കുന്നേ. അതാരാണ്? ആമയാണ് അല്ലേ? ആമ അല്ലെങ്കിൽ ടോർട്ടോയ്സ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ ഇങ്ങനെ ചിറകുകളൊക്കെ വെച്ച് പാറി പറന്ന് നടക്കാൻ പറ്റുന്ന ഒരാളുണ്ടല്ലോ. വർണ്ണ ചിറകുകളൊക്കെ വെച്ച് പാറി നടക്കുന്ന നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ്. ബട്ടർഫ്ലൈ ആണ് അല്ലേ? ബട്ടർഫ്ലൈ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കളർ കൊണ്ട് എഴുതാം അല്ലേ? ബട്ടർഫ്ലൈ. BUTTERFLY. പൂമ്പാറ്റയാണ്. അപ്പോൾ നമ്മുടെ ജീവികളെ കുറിച്ചൊക്കെ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ? ആരൊക്കെയാണ്? ഞണ്ടുണ്ട്, ക്രാബ് ഉണ്ട്, ഫ്രോഗ് ഉണ്ട് അല്ലേ? ഇങ്ങനെ പാക്രോം പറയുന്ന ഫ്രോഗ് ഉണ്ട്, തവളച്ചേട്ടനുണ്ട്. ഇനി എന്താണ്? ബാക്ക് എന്ന് പറഞ്ഞ് വെള്ളത്തിലൊക്കെ നീന്തുന്ന താറാവുണ്ട്, ഡെക്കുണ്ട്. പിന്നെ പമ്മി നടക്കുന്ന ടോർട്ടോയ്സ് ഉണ്ട്, ആമയുണ്ട് അല്ലേ? ഇനിയോ വർണ്ണച്ചിറകുകളൊക്കെ വിരിച്ച നല്ല അടിപൊളി വിങ്സ് ഒക്കെ ഉള്ള പൂമ്പാറ്റയുണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്. ഇതിൽ ആർക്കൊക്കെ മക്കളെ കുളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കാൻ പറ്റുന്നതെന്നൊന്ന് പറഞ്ഞേ. ആർക്കൊക്കെയാണ്? അപ്പം ആദ്യം നമുക്ക് തവളയെ നോക്കാം അല്ലേ? തവള നോക്കിക്കുക. നമ്മുടെ ഫ്രോഗിനെ വെള്ളത്തിൽ മക്കൾ കണ്ടിട്ടുണ്ടോ? ഇടയ്ക്ക് നമുക്കറിയാം ഫ്രോഗ് വെള്ളത്തിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും അല്ലേ? വെള്ളത്തിലൊക്കെ ഇങ്ങനെ നീന്തി നടക്കുന്ന കാണാൻ പറ്റും. അതുപോലെ ഫ്രോഗ് ഉണ്ടായിരിക്കോ? ഫ്രോഗ് കരയിലും തുള്ളിച്ചാടി നടക്കുന്ന കാണാം അല്ലേ? അപ്പോൾ ഫ്രോഗിന് വെള്ളത്തിലും അതുപോലെ തന്നെ കരയിലും ഒരുപോലെ ജീവിക്കാൻ പറ്റും. ഇനി നമ്മുടെ ഡെക്ക് വെള്ളത്തിൽ കണ്ടിട്ടുണ്ടോ മക്കള്? ഡെക്കിന് വെള്ളമൊന്നും പേടില്ല അല്ലേ? ആള് വെള്ളത്തിലൊക്കെ ഇറങ്ങി ബാക്ക് ഒക്കെ പറഞ്ഞ് നീന്തും. വെള്ളത്തിലുള്ള കുഞ്ഞു മീനുകളൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഡെക്ക്. അപ്പോൾ ഡെക്കിന് കരയിലും പോവാം, വെള്ളമൊന്നും ആൾക്ക് ഒരു പേടിയുമില്ല. ഇനിയോ നമ്മുടെ
ആമച്ചേട്ടനോ? ആമച്ചേട്ടൻ ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ തലയെടുത്ത് ആ ഒരു ആമത്തോടിനുള്ളിലോട്ട് ഒളിഞ്ഞിരിക്കും അല്ലേ? ആരും കാണണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന ഒരാളാണ് നമ്മുടെ ആമച്ചേട്ടൻ. അപ്പം നമ്മുടെ ടോട്ടോയ്സ് അല്ലെങ്കിൽ ആമയെ നോക്കിക്കഴിഞ്ഞാൽ ഇവൻ കരയിലും ജീവിക്കും വെള്ളത്തിലും ഉണ്ടായിരിക്കും. അപ്പോൾ ദേ നമുക്കിങ്ങനെ മാർക്ക് ചെയ്യാം. ഇനി പൂമ്പാറ്റയെ മക്കൾ വെള്ളത്തിൽ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ ചിറകുകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം വളരെ നേർത്ത ചിറകുകളാണ് അല്ലേ? പെട്ടെന്ന് കീറിപ്പോവാൻ സാധ്യതയുള്ള ചിറകുകളാണ് നമ്മുടെ പൂമ്പാറ്റയ്ക്കുള്ളത്, നമ്മുടെ ബട്ടർഫ്ലൈക്ക്. അവിടെ കുറച്ച് വെള്ളമൊക്കെ തെളിച്ചു കൊടുത്താലോ? പാവം, അതിന് പറക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ പൂമ്പാറ്റയ്ക്ക് പേടിയാണ്. അപ്പോൾ പൂമ്പാറ്റ വെള്ളത്തിലില്ല. ആളെന്താണ്? പാറി പറന്ന് നടക്കുന്ന ഒരാളാണ് നമ്മുടെ പൂമ്പാറ്റ. ഇനി ഞണ്ട്. ഞണ്ട് ഇടയ്ക്ക് കാണാം അല്ലേ? കരയിലൂടെയൊക്കെ ഇങ്ങനെ ഓടി പോകുന്നൊക്കെ നമ്മുടെ ഞണ്ടിനെ കാണാം. ഇടയ്ക്ക് അവൻ എവിടെയാണ് ഉണ്ടായിരിക്കുക? വെള്ളത്തിലുണ്ടായിരിക്കും അല്ലേ? അപ്പം ഞണ്ടിന് കുളത്തിലും ജീവിക്കാം, കരയിലും അവന് തുള്ളിച്ചാടി നടക്കുന്നതിന് ഒരു പ്രശ്നമില്ല അല്ലേ? ഇനി നോക്കിക്കേ, മിസ് ഒരാളിവിടെ വരച്ച് കാണിച്ചു തരാം. അയാൾ എവിടെയാണ് ജീവിക്കുക എന്നുള്ളത് എൻ്റെ മക്കൾ മിസ്സിന് പറഞ്ഞു തരണം. ഓക്കെ, അത് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ മക്കളെല്ലാവരും എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഇവൻ എവിടെയാണ് കാണുന്നതെന്നുള്ളത് മിസ്സിന് അറിയില്ല. അപ്പം എൻ്റെ മക്കൾക്ക് അറിയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? മിസ്സിനെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. നോക്കിക്കേ, ഇനി മഞ്ഞ കളർ മിസ്സിന് ഏറ്റവും ഇഷ്ടമുള്ളത് കൊണ്ട് മിസ് മഞ്ഞ കളറിലാണ് കേട്ടോ ഇവനെ വരച്ചിട്ടുള്ളത്. ഇവന് എവിടെയാണ് ജീവിക്കുക, ഇവന് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്താണ് വേണ്ടത് എന്നെന്ത് ചെയ്യണം? എൻ്റെ മക്കളെല്ലാവരും മിസ്സിന് കമൻറ്റ് ചെയ്ത് തരണം കേട്ടോ. ഓക്കെ, ഇവൻ വായിന്ന് ഇങ്ങനെ ഗുളുഗുളു വിടുന്നുണ്ട്. ഓക്കെ ആണോ? റെഡി ആയോ? അപ്പോൾ ഇവൻ എവിടെയാണ് താമസിക്കുക എന്നുള്ളത് എൻ്റെ മക്കൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യം എന്ത് ചെയ്യണം? എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. എൻ്റെ കുട്ടികളെല്ലാവരും നന്നായിട്ട് പഠിക്കുന്ന മിടുക്കി കുട്ടികളാണെന്ന് മിസ്സിന് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുപോലെ തന്നെ എന്ത് ചെയ്യുക? നല്ല അനുസരണയോടെ ആമി അച്ഛനെയൊക്കെ പറയുന്നതൊക്കെ കേട്ട് നല്ല കുട്ടികളായിട്ടിരിക്കുക കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ്സിലൊക്കെ വെച്ച് കാണാം. ടാറ്റ, ബൈ ബൈ, ലവ് യു ഓൾ, താങ്ക് യു.